ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും മെർജ് ചെയ്തിട്ട് വൺ ഷോട്ട് വീഡിയോസും ഇതിൻ്റെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും മെർജ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. ആ 2 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടാൽ തന്നെ 10 മാർക്കാണ് നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ടോപ്പിക്സിൽ ഇപ്പോൾ ഞാൻ SCRTനെയും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകളെല്ലാം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൽ പറയാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇത് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2021 മുതലാണ് PSC 10th പ്രിലിമിനറി പരീക്ഷകൾ വെച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ 2021 മുതലുള്ള 10th പ്രിലിമിനറി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2021ലെയും 22ലെയും 23ലും ഒക്കെ 10th പ്രിലിമിനറിക്ക്. കാരണം മെയിൻസിനും പ്രിലിംസിനും നമുക്കറിയാം സിലബസ് വ്യത്യാസം ഉണ്ടെന്നുള്ളത്. പ്രിലിംസിൽ പറഞ്ഞിട്ടുള്ള ചില ടോപ്പിക്സ് ഒന്നും മെയിൻസിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഞാൻ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആ സിലബസിൽ നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യ ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു 5 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 5 ടോപ്പിക്കിൽ നിന്ന് ഇപ്പോൾ ഇത്രയും നാളായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ 2 മണിക്കൂറിൻ്റെ ഇന്ത്യ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന വൺ ഷോട്ട് വീഡിയോ നിർബന്ധമായിട്ടും കാണുക. അതിൽ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആ 10 മാർക്കിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ ഇപ്പോൾ നിങ്ങൾ എക്സാമിന് തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ടുള്ളെങ്കിൽ കൂടിയും ഈ 2 വീഡിയോസ് കണ്ടാൽ തന്നെ 10 മാർക്കിൻ്റെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് കവർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൻ്റെയും കേരള ചരിത്രത്തിൻ്റെയും കേരള ഭൂമിശാസ്ത്രത്തിൻ്റെയും ഒക്കെ വീഡിയോസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ എല്ലാം PDF നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ മാത്രമാണ് പോകുന്നത്, കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്ത് നോക്കിയാൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേന്ന്. അപ്പോൾ അക്ഷാംശ സ്ഥാനത്തെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ രേഖാംശ സ്ഥാനം കൂടെ പഠിച്ചു വെക്കണം. അപ്പോൾ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. 8-4 വടക്ക് മുതൽ 37-6 വടക്ക്. 8-4 37-6 വടക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഓപ്ഷൻ C ആണ് ആൻസർ 30. അപ്പോൾ അക്ഷാംശീയ വ്യാപ്തി എന്ന് ചോദിച്ചാലും രേഖാംശീയ വ്യാപ്തി എന്ന് ചോദിച്ചാലും ഒക്കെ എന്താണ് ആൻസർ വരിക? 30 എന്നുള്ളതാണ് ആൻസർ വരിക. വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ള ഏകദേശ വ്യത്യാസം എന്ന് ചോദിച്ചാലും അക്ഷാംശീയ വ്യാപ്തി എന്ന് ചോദിച്ചാലും രേഖാംശീയ വ്യാപ്തി എന്നൊക്കെ ചോദിച്ചാലും 30 തന്നെയാണ്. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് ഓപ്ഷൻ A ആണ്, ഉത്തരായന രേഖ. 23.5 ഡിഗ്രി ഉത്തരായന രേഖയാണ്. ഇനി ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഉത്തരായന രേഖ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ B ആണ്, ഒഡീഷ. ഇനി ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഓപ്ഷൻ B ആണ്, 82 ഡിഗ്രി 30 മിനിറ്റ്. അതായത് 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശമാണ്. ഇനി ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഇപ്പം നമ്മൾ പറഞ്ഞ 82.5 ഡിഗ്രി പൂർവ്വരേഖാംശത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത്. ഇനി ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ. ഓപ്ഷൻ B ആണ്, 5.5 മണിക്കൂർ മുന്നിലാണ്. ഇനി പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഏത് നഗരത്തിലൂടെയാണ്? ഗ്രീൻവിച്ച് ആണ്. ഓപ്ഷൻ D ആണ്, ഗ്രീൻവിച്ച് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
ഇനി 4 സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വലുപ്പത്തിൻ്റെ ക്രമം ഓപ്ഷൻ എ ആണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഇനി വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? ഓപ്ഷൻ സി ആണ്, 7ാം സ്ഥാനം. 7ാം സ്ഥാനമാണ് ഉള്ളത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ളത് ബ്രസീലാണ്. ഇന്ത്യയേക്കാൾ, അപ്പോൾ ഇന്ത്യക്ക് മുന്നേ വരുന്ന ആൾക്കാരെയൊക്കെ പറ്റി പഠിക്കാം. ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ളത്. ഓക്കെ. ഇനി അടുത്തത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത്. ശുദ്ധജല തടാകം അല്ലാത്തത് ഇതിലേതാണ്? ഓപ്ഷൻ ഡി ആണ്, സംഭാർ തടാകമാണ്. സംഭാർ തടാകമാണ് ശുദ്ധജല തടാകം അല്ലാത്തത്. ഇനി ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാ? ലഡാക്കാണ്. ഓപ്ഷൻ സി, ലഡാക്കാണ് ഇന്ത്യയിലെ ശീതമരുഭൂമി. ഇനി ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ദ്രാസ്. ദ്രാസ് ആണ് ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം. ഇനി ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം. 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാ? വന്ദേ മാതരമാണ്. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ഇനി ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നത് വിന്ധ്യാപർവ്വതമാണ്. വിന്ധ്യാപർവ്വതമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഇനി ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ? 1ഉം 3ഉം ശരിയാണ്. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലാണോ സ്ഥിതി ചെയ്യുന്നത്? അല്ല, എവിടെയാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ആരവല്ലിയുമായി ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരയിലാണ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇതൊക്കെ എന്താ? ശരിയാ. അതായത് ഇപ്പോൾ ആരവല്ലിയെ പറ്റിയിട്ടുള്ള ഈ 3 പോയിന്റ് പഠിക്കണം. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. അതുപോലെ ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാ? ഗുരുശിഖർ ആണ്. ഗുരുശിഖർ. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഇതിൽ? ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം 4ഉം. പത്കായ്ബം, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഹിമാദ്രി ഹിമാലയൻ മലനിരകളിലാണ് ഉൾപ്പെടുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ. ഇനി താഴെ തന്നിട്ടുള്ളതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ് ഹിമാലയത്തിൽ ഇതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? കാരക്കോറവും സസ്കറുമാണ്. കാരക്കോറവും സസ്കറും. ഓപ്ഷൻ ബി ആണ് കാരക്കോറം, സസ്കർ. ഇനി ആരും കൂടെ ഉണ്ട്? ലഡാക്കും കൂടെ ഉണ്ട്. ഇനി ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അയോധ്യ നഗരം സരയൂവിൻ്റെ തീരത്താണ്. അഹമ്മദാബാദ് ഗാന്ധിനഗർ സബർമതിയുടെ തീരത്താണ്. കൊൽക്കത്ത ഹൗറ ഹുഗ്ലി തീരത്തുമാണ്. അയോധ്യ എവിടെയാ? സരയൂ തീരത്ത്. അഹമ്മദാബാദ് ഗാന്ധിനഗർ സബർമതി തീരത്ത്. കൊൽക്കത്ത ഹൗറ ഹുഗ്ലി നദീ തീരത്തുമാണ്.
ഇനി ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഏതാ? നർമ്മദയും താപ്തിയും. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നർമ്മദയും താപ്തിയുമാണ്. ബാക്കി കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി ഒക്കെ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇനി ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ഡി ആണ്, ഗോദാവരി. ഗോദാവരി. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കൃഷ്ണയുടെ പോഷക നദിയാണ്. ഇനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി. കബനി എന്നുള്ളത് ഏതിൻ്റെയാണ്? കാവേരിയുടെയാണ്. കാവേരിയുടെ പോഷക നദിയാണ് കബനി. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇനി ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ആനമുടിയാണ് കേട്ടോ, ആനമുടിയാണ്. ഇന്ത്യയുടെ ധാന്യപുര, ഭക്ഷ്യക്കലവറ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശം, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാ? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. ഇനി പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവനയെ ചോദിക്കണേ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. 2ഉം 3ഉം ബന്ധമില്ലാത്തതാണ്. അതായത് അപ്പോൾ ബന്ധപ്പെട്ടത് ഏതായിരിക്കും? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടും ഏതായിരിക്കും? കിഴക്കനാണ്. ഇത് കിഴക്കൻ തീരസമതലത്തെ പറ്റിയിട്ടുള്ളതാണ്. താരതമ്യേന വീതി കൂടുതലാണ്. അപ്പോൾ ഇതിന് വീതി കുറവാണ്. പടിഞ്ഞാറിന് വീതി കുറവാണ്, കിഴക്കിനാണ് വീതി കൂടുതൽ. പിന്നെ ഡെൽറ്റ രൂപീകരണമാണ് ഇവിടെ നടക്കുന്നത്. മറ്റേത് കായലുകളും അഴിമുഖങ്ങളുമാണ് കാണപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തതാ ചോദിക്കണേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെൽറ്റ രൂപീകരണം കിഴക്കനിലാണ് കിടക്കുന്നത്, വീതി കൂടുതലും കിഴക്കനിലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഏതാ? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം. അപ്പോൾ പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് പെടുന്നത്? പെടാത്തത് വടക്കൻ സിർക്കാസ് ആണ് ഇതിൽ പെടാത്തത്. അപ്പോൾ പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ അതിൽ കൊങ്കൺ വരും, മലബാർ വരും, ഗുജറാത്ത് വരും. കൊങ്കൺ വരും, മലബാർ വരും, ഗുജറാത്ത് വരും. വടക്കൻ സിർക്കാസും കോറമാൻഡലും കിഴക്കനിലാണ് വരുന്നത്. കിഴക്കനിലാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 2 മാത്രം തെറ്റാണ്, ഇത് രണ്ടും ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണോ കോറമാൻഡൽ? അല്ല. പടിഞ്ഞാറനിലുള്ളത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു? മലബാർ, ഗുജറാത്ത്, കൊങ്കൺ. കോറമാൻഡലും വടക്കൻ സിർക്കാസും കിഴക്കനിലാണ് ഉള്ളത്. ഇനി ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്ത ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക, 2ഉം 3ഉം. 2ഉം 3ഉം എന്ന് പറയുന്നത് വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇത് രണ്ടും പടിഞ്ഞാറനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ആര് കാണപ്പെടുക? കിഴക്കൻ കാണപ്പെടുക. ഡെൽറ്റകളുടെ രൂപീകരണം നടക്കുന്നു എന്നുള്ളതും ശരിയാണ്. ഇനി ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കിഴക്ക്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കിഴക്ക്. നമ്മൾ കിഴക്ക് എന്താണ്? ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറ് അറബിക്കടലാണ്. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും വടക്ക് ഹിമാലയ പർവ്വതവുമാണ്. വടക്ക് ഹിമാലയ പർവ്വതവുമാണ്. ഇനി ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ്, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. ഇനി ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. കര അതിർത്തി ആയിരിക്കും ഫൈനൽ ആൻസർ കീ പ്രകാരം ഉള്ള ആൻസർ ആണ് കേട്ടോ അത്.
ഇനി ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്നു. ഇനി ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇന്ത്യയുമായി പങ്കുവയ്ക്കുന്ന, അതായത് അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ ദൂരം ബംഗ്ലാദേശുമാണ്. ഇനി ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാളാണ്. ഇനി പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഇതിലേതാ? പാകിസ്ഥാനാണ്. ഓപ്ഷൻ എ പാകിസ്ഥാനാണ് പഞ്ചാബുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളത് ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതാ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കന്യാകുമാരിയുമാണ്. ഇനി സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH-44 ആണ്. NH-44. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. 1853. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ആരാ? ഓപ്ഷൻ ഡി ആണ്, ജോൺ മത്തായി ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി. ഇനി കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, റോഹ മംഗലാപുരം. റോഹ മഹാരാഷ്ട്രയാണ് കേട്ടോ, റോഹ മംഗലാപുരം. അപ്പോൾ മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തു കൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. ഇങ്ങനെ ചോദിച്ചാലും എന്താ? മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തു കൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് ഏത്? കൊങ്കൺ റെയിൽവേ. ഇനി ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സോജീല ആണ്. ഇനി ലിപുലെ ചുരം ബന്ധിപ്പിക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ആണ്. ഓപ്ഷൻ എ ആണ്, ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഇനി കേരളത്തിൽ കൊല്ലം മുതൽ, എപ്പോഴും ചോദിക്കുന്നതാണ്, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ല, കോഴിക്കോടാണ്. ഇപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള പശ്ചിമ തീര കനാൽ കണ്ടോ, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. ഏത് ദേശീയ ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? ദേശീയ ജലപാത 3 ആണ്, നാഷണൽ വാട്ടർവേ 3 ആണ്. അതിനെയാണ് നമ്മൾ പശ്ചിമ തീര കനാൽ എന്ന് പറയാം, പശ്ചിമ തീര കനാൽ. ഇനി ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്, ദേശീയ ജലപാത 3 ആണ് ഇപ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ദേശീയ ജലപാത 1 അപ്പോൾ ആരെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, അലഹബാദ് ഹാൽദിയ. ഗംഗാ നദിയിലാണ് അലഹബാദ് ഹാൽദിയ. ഇനി ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർവേ 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നാഷണൽ വാട്ടർവേ 2 ബന്ധിപ്പിക്കുന്നത് സാദിയ ദുബ്രി, ബ്രഹ്മപുത്ര നദിയിലെ സാദിയ ദുബ്രിയെയാണ്. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, 3ഉം 4ഉമാണ് കിഴക്കൻ തീരത്തുള്ളത്, പാരദീപും ഹാൽഡിയയും. അപ്പോൾ കാണ്ട്ല, നവശേവ ഇതൊക്കെ എവിടെയാ? പടിഞ്ഞാറൻ തീരത്താണ്. ഇനി താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത്, അപ്പോൾ പടിഞ്ഞാറ് തീരത്ത് നമ്മൾ പറഞ്ഞു നവശേവയുണ്ട്, കാണ്ട്ലയുണ്ട്. ഇത് രണ്ടും കിഴക്കൻ തീരത്തുമാണ്. അപ്പോൾ 1ഉം 2ഉം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാ? ഓപ്ഷൻ സി ആണ്, കൊൽക്കത്തയാണ് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ സ്ഥാപിതമായ? ഓപ്ഷൻ എ ആണ്, മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്.
ഇനി ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, വിഴിഞ്ഞത്താണ്. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഇതിലേതാ? ഓപ്ഷൻ സി ആണ്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുനഃസ്ഥാപന ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷതകളാണ്. അതിൽ പെടാത്ത എന്താ? ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ പുനഃസ്ഥാപന ശേഷിയുള്ളത്, ചെലവ് കുറഞ്ഞത്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത്? ഇതിലേതൊക്കെയാ? ഓപ്ഷൻ സി ആണ്, 2, 3, 5. ഏതൊക്കെ? വേലിയോർജ്ജം, ജൈവവാതകം, സൗരോർജ്ജം. വേലിയോർജ്ജം, ജൈവവാതകം, സൗരോർജ്ജം. ഇനി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? കൽക്കരിയാണ് കേട്ടോ, കൽക്കരിയാണ്. ഇനി ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഭൗമ താപോർജ്ജ പ്ലാന്റ്, ജിയോ തെർമൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണികരനാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഹിമാചൽ പ്രദേശാണ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മണികരനാണ്. ഓപ്ഷൻ എ മണികരനാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ നിയമം ഓപ്ഷൻ എ ആണ്, ഡിസംബർ 14. ഇനി ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി ആണ്, ദിഗ്ബോയ് ആസാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഓപ്ഷൻ എ ആണ്, മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഓപ്ഷൻ സി, മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയാണ്. ഓപ്ഷൻ ഡി, ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ, കൽക്കരിപ്പാടം ജാറിയാണ്, ജാർഖണ്ഡിലെ ജാറിയ. ഇനി കോർബ കൽക്കരിപ്പാടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ ഛത്തീസ്ഗഡ് ആണ്. ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ് ആണ് കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, ലിഗ്നൈറ്റ് ആണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്. ഇനി ബക്രാനങ്കൽ ഡാം, ഏറ്റവും വലിയ ഡാമാണ് ബക്രാനങ്കൽ ഡാം. ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ. ഓപ്ഷൻ ബി, സത്ലജിലാണ് ബക്രാനങ്കൽ. ഇനി സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? സർദാർ സരോവർ ഓപ്ഷൻ എ ആണ്, നർമ്മദ നദിയിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാലാണ് ഓപ്ഷൻ ബി, ഇന്ദിരാഗാന്ധി കനാൽ. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉത്തർപ്രദേശിലാണ്. ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. ഇനി താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. ഇനി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ്, ഹോമി ജെ ബാബയാണ്. ഇനി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദ്. ഓപ്ഷൻ എ, ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? വിക്രം സാരാഭായ്. ഓപ്ഷൻ ബി, വിക്രം സാരാഭായ് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ്. ഇനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല.
പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഓപ്ഷൻ സി ആണ് വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ഇനി ഈ വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കർണാടക. ഓപ്ഷൻ സി കർണാടകയിലാണ്. ഇനി 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. തെറ്റ് ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇതാണ് തെറ്റ്. അപ്പോൾ ഭിലായ് ഏതാണ്? റഷ്യയാണ്, സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനിയാണ്. ദുർഗാപൂർ ബ്രിട്ടനാണ്. ബൊക്കാറോ ആണെങ്കിലോ? ബൊക്കാറോയും റഷ്യ തന്നെയാണ്, സോവിയറ്റ് യൂണിയൻ തന്നെയാണ് ബൊക്കാറോയും. ഇനി ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? അപ്പോൾ ബൊക്കാറോ നമ്മളിപ്പോൾ പറഞ്ഞു ആരുടെയാണ്? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. ഓപ്ഷൻ സി റഷ്യയുടെ സഹായത്തോടെയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ആർക്കാ? ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇനി കരിമ്പ് കൃഷിയുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ഇതൊക്കെ ബന്ധമുള്ളതാണ്. ഇത് നോക്കുക, എന്താ? ഉഷ്ണമേഖലാ വിളയായിട്ടുള്ള കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് കേട്ടോ. റിഗർ അതും കരിമ്പ് കൃഷികളാണ്. കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേരാണ് എക്കൽ മണ്ണ്. ഇതൊക്കെ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഇനി കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ചിട്ട് അതിൻ്റെ നീരെടുക്കണം, അല്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഖാരിഫ് വിള അല്ലാത്തത് ഡി ആണ്. 2, 3, 4, 8 4, 8 ഏതൊക്കെയാണ്? ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഇത് ഖാരിഫ് വിളകളല്ല. ബാക്കിയുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കാം. പഴവർഗ്ഗങ്ങൾ ഏതാ? സെയ്ത് വിളകളാണ് കേട്ടോ. സെയ്ത് വിളയാണ് പഴവർഗ്ഗം. ഗോതമ്പ്, കടുക്, പുകയില എന്നൊക്കെ പറയുന്നത് റാബി വിളകളാണ്. ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താ? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഓപ്ഷൻ ബി പരുത്തി. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് ചണം. ഇനി കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാ? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് ഓപ്ഷൻ സി മുംബൈ. ഓപ്ഷൻ സി മുംബൈ ആണ്. ഇനി നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാ? ലാറ്ററൈറ്റ് മണ്ണാണ്. ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്. ഓപ്ഷൻ എ കറുത്ത മണ്ണ്. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സത്ലജ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ പോഷക നദിയാണ്. 2ഉം 3ഉം തെറ്റായ പ്രസ്താവനകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 മുതലുള്ള 10th പ്രിലിമിനറി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമ്മുടെ സിലബസ് മാറ്റമുണ്ട്, മെയിൻസുമായിട്ട് മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.